എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പൺ സെറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. എന്താണ് ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് ആർ subset O of R is said to be open if for each x belongs to O there exists epsilon greater than 0 with the epsilon neighborhood b epsilon x is contained in O. അല്ലേ? അതിൽ ടിപ്പിക്കൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽസ് ആയിരുന്നു. ഓപ്പൺ ഇന്റർവെലുകളാണ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ടിപ്പിക്കൽ എക്സാമ്പിൾസ്. എന്ന് കരുതി എല്ലാ ഓപ്പൺ സെറ്റ്സും ഓപ്പൺ ഇന്റർവെൽ ആകണമെന്നില്ല. ഉദാഹരണത്തിന് ഇവിടെ ഈ യൂണിയൻ ഇതും ഒരു ഓപ്പൺ ഇന്റർവെൽ ആണ്, ഓപ്പൺ സെറ്റ് ആണ്, പക്ഷെ അത് ഓപ്പൺ ഇന്റർവെൽ അല്ല. പിന്നെ നമ്മൾ കണ്ട ഓപ്പൺ സെറ്റുകളുടെ രണ്ട് പ്രോപ്പർട്ടി, യൂണിയൻ എടുക്കുമ്പോൾ രണ്ട് ഓപ്പൺ ഇന്റർവെലുകൾ എടുത്ത് യൂണിയൻ എടുത്താൽ അത് ഓപ്പൺ ആണ്, ഇന്റർസെക്ഷൻ എടുത്താൽ അതും ഓപ്പൺ ആണ്. നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്, ഓപ്പൺ സെറ്റുകളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ഓപ്പൺ സെറ്റിനും ട്രൂ ആണ്. പക്ഷെ കുറച്ച് ഇറ്റ് ഈസ് in fact not only for two open sets, you can take union of arbitrary collection of open sets. അത് ഫൈനൈറ്റ് തന്നെ ആകണമെന്നില്ല. You can take any number of open sets, even uncountable number of open sets, then take the union, then that will again be an open set. So that is the first thing we have to prove. Secondly, we have to prove that intersection of finite collection of open sets. Intersection വരുമ്പോൾ ആർബിട്രറി വർക്ക് ചെയ്യില്ല. അത് പ്രൂഫിൽ എവിടെയാണ് അത് പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഓക്കെ, ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട്ലി ഓപ്പൺ ഇന്റർവെലിന് ചെയ്ത അതേ ഐഡിയ തന്നെയാണ്. ഓപ്പൺ ഇന്റർവെലിന്റെ കേസിൽ യൂണിയനിൽ എന്തായിരുന്നു ഐഡിയ? യൂണിയനിൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. കാരണം എക്സ് എവിടെ നിന്ന് എടുത്താലും, ഇപ്പൊ എക്സ് ഇവിടെ ആയാലും എനിക്കൊരു നൈബർഹുഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ യൂണിയനകത്ത് എന്തായാലും ആ നൈബർഹുഡ് കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇതായിരുന്നു യൂണിയന്റെ ഐഡിയ. അതേ ഐഡിയ നമുക്ക് ഇവിടെ ചെയ്താൽ, പ്രൂഫ് ചെയ്താൽ എന്താ വരിക? സോ ലെറ്റ്, എനിക്കൊരു കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് എടുക്കണം അല്ലേ? അതിന് ഞാൻ ഓ ലാംഡ, പുസ്തകത്തിൽ അതേ നൊട്ടേഷൻ ഞാൻ ഫോളോ ചെയ്യാം. ലാംഡ ബിലോങ്സ് ടു ആൻ ഇൻഡെക്സിങ് സെറ്റ്. ഇൻഡെക്സിങ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ലാംഡ ക്യാൻ ബി എൻ, അതായത് O1, O2, O3 എക്സെട്ര എന്ന് എടുക്കാം. ഓർ ലാംഡ ക്യാൻ ബി ആർ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. ഓരോ റിയൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് യു ക്യാൻ ടേക്ക് ആൻ ഓപ്പൺ സെറ്റ്. ഇത് അൺകൗണ്ടബിൾ കളക്ഷൻ ആണ് അല്ലേ? സോ ലാംഡ ക്യാൻ ബി എനി ഇൻഡെക്സിങ് സെറ്റ്. ഇങ്ങനെ എഴുതുന്ന ഇതിനെ വിളിക്കുന്ന പേര് ഇൻഡെക്സിങ് സെറ്റ് എന്നാണ്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവണം അത്, ഇൻഡെക്സിങ് സെറ്റ്. ഇല്ലെങ്കിൽ ഇൻഡെക്സിങ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇൻഡെക്സിങ് സെറ്റ് കാണുന്നത് n ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. O1, O2, O3 അല്ലെ? O1, O2, O3 എക്സെട്ര. അതിന് പകരം അത് കൗണ്ടബിൾ സെറ്റാണ്. അല്ലെങ്കിൽ n-ന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. 10 മതി എന്നെങ്കിൽ നിങ്ങൾ O10 വരെ എടുക്കും. ഇതൊക്കെ ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിൾ കളക്ഷൻ ആണ്. ഇനി അൺകൗണ്ടബിൾ കളക്ഷൻ വേണമെങ്കിൽ ഈ ഇൻഡെക്സിങ് സെറ്റ് വേറെ 6 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെ ഞാനൊരു കളക്ഷൻ എടുത്തു, ആർബിട്രറി കളക്ഷൻ എടുത്തു. ഇനി എന്താ? ലെറ്റ് ഓക്കെ, ഞാൻ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയില്ല. ലെറ്റ് ബി എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് and let O is equal to union O lambda, where lambda belongs to capital lambda. So what is our aim? Our aim is to prove O is open. O is an open set. എന്താ ചെയ്യുക? Let A belongs to O. നമ്മൾ ഓപ്പൺ ഇന്റർവെലിന് ചെയ്ത ഐഡിയ എന്താ? അത് ഏതെങ്കിലും ഒരു ഇന്റർവെല്ലെങ്കിലും ഉണ്ടായിരിക്കും. സിമിലർലി then A belongs to O lambda or some lambda. ഏതെങ്കിലും ഒരു ലാംഡക്കെങ്കിലും യൂണിയനിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും ഉണ്ടായിരിക്കും ലാംഡ ഡാഷിനുള്ളിൽ. സിൻസ് O lambda dash is open, there exists epsilon greater than 0 with b epsilon of A
is contained in O lambda dash. This will imply that ഈ പറയുന്ന നൈബർഹുഡ് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എ ഓ ലാംഡ ഡാഷിലുണ്ടെങ്കിൽ മൊത്തം യൂണിയനിലും ഉണ്ടായിരിക്കില്ലേ? ദാറ്റ് ഇംപ്ലൈസ് V epsilon of A is contained in union lambda belongs to lambda O lambda dash, which is our O. So that implies O is open. O is an open set. യൂണിയൻ ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആ ഇന്റർവെലിന് ചെയ്ത അതേ ഐഡിയ തന്നെയാണ്. ഈ ഇന്റർസെക്ഷനിലും സെയിം ലോജിക്ക് തന്നെയാണ്. add some pages. So to prove intersection of finite collections is open. Intersection of finite, yes. So let O1, set O1, O2, etc. On be a finite collection of open sets. And let O is equal to, ഇവിടെ നമ്മൾ O എന്താ എടുക്കുക? ഇതിൻ്റെയൊക്കെ intersection. I is equal to 1 to n OI. What is our aim? To prove O is open, let A belongs to O, then A belongs to OI for all I is equal to 1, 2, 3, etc. n. അല്ലേ? എല്ലാ ഐക്കും ആണ് ഇന്റർസെക്ഷനിലല്ലേ ഉള്ളത്. O എന്ന് പറയുന്നത് ക്യാപിറ്റൽ O എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് എല്ലാ ഐക്കും അത് A belongs to OI ആയിരിക്കും. സിൻസ് OI is open, എന്തായിരിക്കും ഡെഫിനിഷൻ അനുസരിച്ച് there exists a positive distance. There exists, ഓരോ സെറ്റിനും ഉണ്ടാവും അല്ലേ, ആ പോസിറ്റീവ് ഡിസ്റ്റൻസിനെ എപ്സിലോൺ ഐ എന്ന് വിളിക്കാം. വിത്ത് വി ആ എപ്സിലോൺ ഐ നൈബർഹുഡ്, എയുടെ എപ്സിലോൺ ഐ നൈബർഹുഡ് എവിടെ കണ്ടെയ്ൻഡ് ആയിരിക്കും? ഓ ഐയിൽ എലിമെന്റ് കണ്ടെയ്ൻഡ് ആയിരിക്കും. നൗ ഇന്റർവെലിന് ചെയ്ത ഐഡിയ എന്താ? ഇന്റർസെക്ഷനിൽ നമ്മൾ ഇന്റർവെലിന് ചെയ്ത ഐഡിയ എന്താ? ഈ എപ്സിലോണിന്റെയും എപ്സിലോൺ ടുവിന്റെയും മിനിമം എടുത്തു അല്ലെ. മിനിമം എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇവിടെ ടേക്ക് epsilon equal to minimum of epsilon 1, epsilon 2, etc. epsilon 1 n. Then clearly V epsilon A is contained in V epsilon I A for all I. ഇത് ഇങ്ങനെ എഴുതിയപ്പോൾ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു എപ്സിലോൺ നൈബർഹുഡിന്റെ ഡെഫിനിഷൻ എഴുതി ആലോചിച്ച് നോക്കും. I'll tell you what is V epsilon. This is set of all x such that modulus of x minus a less than epsilon. What is this? This is set of all x such that modulus of x minus a less than epsilon I. പക്ഷേ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഈ എപ്സിലോൺ എന്തിനേക്കാളും ചെറുതാ? എപ്സിലോൺ ഐയേക്കാളും ചെറുതാ. അപ്പൊ ഇതിൽ വരുന്ന എലിമെന്റുകളെല്ലാം എവിടെയും വരും, ഇതിനകത്തും വരും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. V epsilon A is contained in V epsilon I of A for all I. Therefore what? So that implies V epsilon of A is contained in OI for all I. എല്ലാ ഐയിലും ഉള്ളതുകൊണ്ട് V epsilon of A is contained in intersection I equal to 1 to n OI, which is our O. So that implies we have found an open neighborhood. We have found a neighborhood of A contained in O. So that implies O is an open set.
ഇവിടെ ഞാൻ ഫൈനൈറ്റ് കളക്ഷനെ എടുത്തോളൂ. Where does the proof? So question is, you can think, where does the proof fails when we consider an arbitrary collection? Arbitrary collection of open sets in 2. 2-ൽ ആർബിട്രറി കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ എവിടെയാണ് പ്രൂഫ് ഫെയിൽ ആകുന്നത് എന്ന് ആലോചിക്കും. ഓക്കെ, പ്രൂഫ് വായിച്ചു നോക്കുക. Now we move on to the another concept called limit points. To understand the concept, consider a set A is equal to closed 0, say 1. Okay, this is a closed open interval, right? Okay, so what is the property of the point 0? You consider an epsilon neighborhood. Consider an epsilon neighborhood of 0. It will be of the form B epsilon 0, right? Which is equal to, it is minus epsilon epsilon. When you take this with the intersection A, what is intersection A? This is exactly 0 epsilon, right? Suppose epsilon is less than 1. Epsilon is less than 1. So what I am telling is, we have this 0, 1. You consider minus epsilon epsilon, with epsilon is less than 1. Then if you take the intersection will be exactly from here to here. So the thing is that any epsilon neighborhood of 0 contains points of, ഞാൻ എഴുതുന്നത് ശരിയാണോ എന്ന് നോക്കാം, points of A which is closed open 0, 1 other than 0. 0 അല്ലാത്ത എയുടെ പോയിന്റ്സ് എന്തായാലും ഉണ്ടാവും അല്ലേ? ഞാനൊരു എപ്സിലോൺ നൈബർഹുഡ് എടുത്താൽ ഇത് എങ്ങനെ, ഏതൊരു എപ്സിലോൺ എടുത്താലും, ഇവിടെ ഞാൻ എങ്ങനെ എപ്സിലോൺ എടുത്താലും, എപ്സിലോൺ എത്ര ചെറുതായിട്ട് എടുത്താലും 0 അല്ലാതെ എയുടെ പോയിന്റ്സ് എന്തായാലും ഉണ്ടാവും. ഇതേ പ്രോപ്പർട്ടി 1-നും ഉണ്ട്. 1-ന്റെയും ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും, 1 മൈനസ് എപ്സിലോൺ, 1 പ്ലസ് എപ്സിലോൺ എടുത്താലും, there are points on that epsilon neighborhood which are points of A as well, അല്ലേ? എങ്ങനെ എടുത്താലും, ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും എനിക്കിതാ ഇവിടെ പോയിന്റ്സ് കിട്ടും. 0 and 1 are called limit points. ഇത് 0-യുടെയും 1-ന്റെയും മാത്രം പ്രത്യേകതയൊന്നുമല്ല. ഈവൻ ആ സെറ്റിലെ വേറൊരു എലിമെന്റ് എടുത്താലും, ഉദാഹരണത്തിന് if you take an element from here, then if you consider suppose it is A minus epsilon, A plus epsilon, always this neighborhood, ഏതൊരു എപ്സിലോണിനും ഈ നൈബർഹുഡ് ആ സെറ്റിലെ പോയിന്റുകളെ കണ്ടെയ്ൻ ചെയ്യും. എ അല്ലാതെ, എ ഉണ്ടാവാം, എ ഉണ്ടെന്തായാലും, പക്ഷെ എ അല്ലാത്ത ആ സെറ്റിലെ പോയിന്റുകളെല്ലാം എപ്പോഴും ആ നൈബർഹുഡിൽ ഉണ്ടാവും. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് പറയുന്ന ഒരു കാര്യം കൂടെ നോക്കിയിട്ട് ഞാൻ എന്താണ് ഡിസ്കഷൻ മീൻ ചെയ്യുന്നതെന്ന് പറയാം. അനദർ പ്രോപ്പർട്ടി ഓഫ് 0.
the sequence 1 by n. You consider the sequence 1 by n equal to 1 to infinity. If you want, you can take 2 to infinity. Is a sequence in sequence of points from A. 1 by 2, 1 by 3, 1 by 4. അല്ലെ സീക്വൻസ് എങ്ങനെ വരിക? ദിസ് ഈസ് 0 1. ഇതാണ് നിങ്ങളുടെ സെറ്റ്. സീക്വൻസ് എന്ന് പറയുന്നത് 1 by 2, 1 by 3, 1 by 4, 1 by 5, 1 by 100 ഇങ്ങനെ പോകും അല്ലേ? The sequence of points from A, and this sequence 1 by n converges to 0 as n tending to infinity. Similarly, the sequence you consider 1 minus 1 by n is equal to 1 to infinity is a sequence of points converging to 1. So now I will tell you what is the idea of the discussion. 0 and 1 are limit points. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടെക്നിക്കൽ പേര് ഇതാണ്, limit points of A. In fact, all the points of A which is equal to 0 1 are limit points of A. ഈ എക്സാമ്പിൾ ഈ രീതിയിൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഈ ഒരു വേഗ ഐഡിയ ഉപയോഗിച്ച് ലിമിറ്റ് പോയിന്റ് എന്താണെന്നുള്ളൊരു വേഗ ഐഡിയക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിക്കാം. ബട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഡെഫിനിഷനും കൂടെ അയച്ച ശേഷം ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഡെഫിനിഷനും അതിനെ ഫോളോ ചെയ്ത് വരുന്ന തിയറവും റിസൾട്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സാമ്പിൾ മോർ ക്ലിയർലി. ഓൾറൈറ്റ്, ഓക്കെ, ഒന്നുകൂടെ ഈ ഒരു എക്സാമ്പിൾ വായിക്കുക. അതിനുശേഷം ഞാൻ ഈ താഴെ പറയുന്ന ഡെഫിനിഷൻ നോക്കുക. What is the next number? 307. 307 definition. A point x is a limit point of a set A if every epsilon neighborhood b epsilon of x intersect the set A at some point other than x. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ 1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ആ എയിലെ ഏത് എലിമെന്റ് എടുത്താലും എല്ലാ എപ്സിലോൺ നൈബർഹുഡും ആ സെറ്റിലെ കുറെ പോയിന്റുകളുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് നമ്മൾ എടുക്കുന്ന 0 അല്ലെങ്കിൽ 1 അല്ല, അതല്ലാതെ വേറെ കുറെ പോയിന്റുകളുമായിട്ട് ഇന്റർസെക്ഷൻ ഉണ്ട്. ആ ഇംഗ്ലീഷ് മീനിങ് ആലോചിച്ചാലും മതി. ബട്ട് മാത്തമാറ്റിക്സിൽ ചിലപ്പോഴൊക്കെ ഇംഗ്ലീഷ് മീനിങ്ങിന് വിരുദ്ധമായിട്ട് വരാം കൺസെപ്റ്റ്. എന്നാലും ഇവിടെ
ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് ആലോചിച്ചാൽ മതി. അല്ല, ഏതൊരു നൈബർഹുഡ്, അതിന്റെ ഏത് നൈബർഹുഡിലേക്ക് നോക്കിയാലും ആ സെറ്റിലെ പോയിന്റുകളെ കാണാൻ പറ്റും. അപ്പുറം ഇപ്പുറമൊക്കെ സെറ്റിലെ പോയിന്റുകളെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഒരു എന്താ പറയുക ലൈമാൻ ഐഡിയ ആ ലിമിറ്റ് പോയിന്റിന്. പക്ഷേ ലിമിറ്റ് പോയിന്റിന്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ഐഡിയ ആണ് നമ്മൾ അല്ലാതെ അടുത്ത് പറഞ്ഞ സീക്വൻഷ്യൽ ഐഡിയ. ലിമിറ്റ് പോയിന്റുകൾക്ക് എപ്പോഴും ആ സെറ്റിലെ ഒരു സീക്വൻസ് ഉണ്ടാവും. ആ പോയിന്റിലേക്ക് അടുത്തടുത്ത് വരുന്ന, പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയിന്റിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സീക്വൻസ് എപ്പോഴും ഉണ്ടാകും. അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു റിസൾട്ട്. സോ ഷോ ദാറ്റ് a point x is a limit point of a set A if and only if x is equal to limit n tending to infinity an or some sequence an contained in A satisfying an not equal to x for all n belongs to n. സീറോയുടെ കേസിൽ 1/n, 1ന്റെ കേസിൽ 1 - 1/n, പിന്നെ ബാക്കിയുള്ള പോയിന്റ്സിനും അതുപോലെ നമുക്ക് ഈസി ആയിട്ട് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്ന ആ സെറ്റിലെ എലിമെന്റ് ആകണമെന്നില്ല അല്ലേ. ഞാൻ ഈ ഡെഫിനിഷന്റെ തുടർച്ചയായിട്ട് ഇവിടെ ഒരു സെന്റൻസും കൂടെ ആഡ് ചെയ്യാം. So for A is equal to 0, 1, 1 is a limit point, but 1 not an element of A. അപ്പോൾ ലിമിറ്റ് പോയിന്റ് സെറ്റിലെ എലിമെന്റ് ആകണമെന്നില്ല. ഈ ഒരു കേസിൽ എയുടെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ് ആണ്. എയുടെ എല്ലാ പോയിന്റ്സും ലിമിറ്റ് പോയിന്റ് ആണ്. നമുക്ക് ഈ ഒരു സീക്വൻഷ്യൽ പ്രോപ്പർട്ടി, ലിമിറ്റ് പോയിന്റുകളുടെ ഒരു സീക്വൻഷ്യൽ പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്യണം. സൊല്യൂഷൻ വളരെ ഷോർട്ടായിട്ട് പ്രൂഫ് എഴുതാം, ഒരുപാട് വലിച്ചുവാരി എഴുതാതെ. ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ഒരുപാട് കണ്ടന്റ് ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ തിയറത്തിന്റെ പ്രൂഫും ഒക്കെ നിങ്ങൾ പഠിക്കണം, പരീക്ഷയ്ക്ക് വരാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, രണ്ട് വഴിയും പ്രൂവ് ചെയ്യണം. വളരെ ബുദ്ധിമുട്ടുള്ള പ്രൂഫൊന്നും അല്ല, ഒരു പ്രൂഫും വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല. സോ അസ്യൂം ദാറ്റ് x element of A is a limit point. ഏതുപോലെ? 1 പോലെ, 1 ആലോചിച്ചാൽ മതി. So consider the epsilon neighborhood of x neighborhoods. I will consider a sequence of neighborhoods with epsilon equal to, ഞാൻ ഓരോ ഇതിലും എപ്സിലോൺ എന്തെന്ന് എടുക്കുന്നു? 1/n എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എപ്സിലോൺ 1/n എടുത്തിട്ട് എപ്സിലോൺ നൈബർഹുഡ് എടുത്താൽ by the definition of
limit points to v1 by n x. ഇത് 1 by n നൈബർഹുഡ് അല്ലേ, എക്സിന്റെ 1 by n നൈബർഹുഡ്, x minus 1 by n, x plus 1 by n. ഇതും എയുമായിട്ടുള്ള ഇന്റർസെക്ഷൻ എന്തായിരിക്കും? ലിമിറ്റ് പോയിന്റ് ഡെഫിനിഷൻ അനുസരിച്ച് ഈ ഇന്റർസെക്ഷൻ എന്തായിരിക്കും? ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ലിമിറ്റ് പോയിന്റ് ഡെഫിനിഷൻ ഒന്ന് നോക്കുക. എക്സ് ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് ഈ ഇന്റർസെക്ഷൻ എപ്പോഴും നോൺ എംപ്റ്റി ആയിരിക്കും. ഈ ഇന്റർസെക്ഷൻ എപ്പോഴും നോൺ എംപ്റ്റി ആയിരിക്കും. അതിനകത്തുനിന്ന് ഒരു എലിമെന്റ് ഈസ് നോൺ എംപ്റ്റി for all n. So I can choose an belongs to v intersection a. Another thing is that I can choose an not is equal to ഇത് നോൺ എംപ്റ്റി എന്ന് മാത്രമല്ല, ഡെഫിനിഷനിൽ പറയുന്നുണ്ട് എന് എക്സിന് ഈക്വൽ അല്ലാത്തൊരു പോയിന്റ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഓക്കെ, സിൻസ് an belongs to v1 by n of x, എപ്സിലോൺ നൈബർഹുഡിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എക്സിന്റെ എന്നിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എപ്പോഴും 1 by n-നേക്കാളും കുറവായിരിക്കും ഫോർ ഓൾ. Okay, that implies minus 1 by n less than x minus an less than 1 by n for all n. As n tending to infinity, minus 1 by n എങ്ങോട്ടാ പോവുക? 0ലേക്ക് പോകും. 1 by n is also 0ലേക്ക്. Okay, therefore നമ്മൾ സ്ക്യൂസ് തിയറം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ എഴുതിയിട്ട് ഈ സൈഡും 0ലേക്ക് പോകും, ഈ സൈഡും 0ലേക്ക് പോകുമെങ്കിൽ ഈ സൈഡും എങ്ങോട്ട് പോകും? This also goes to 0. Therefore by the second മോഡ്യൂളിലാണ് സ്ക്യൂസ് തിയറം. ഇത് എക്സസൈസിലാണെന്ന് തോന്നുന്നു ആ ഒരു തിയറത്തിന്റെ പേര് പറയുന്നത്. മറ്റേ തിയറം സെക്ഷനിൽ പ്രൂവ് ചെയ്തിട്ട് എക്സസൈസിലാണ് ആ പേര് പറയുന്നതെന്ന് തോന്നുന്നു. സോ ബൈ സ്ക്യൂസ് തിയറം എക്സ് മൈനസ് എ എൻ goes to 0. So that implies an goes to as n tending to infinity. x minus an 0ലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? anകൾ എക്സിലേക്ക് പോകും, anകൾ എക്സിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതിയതിന് പകരം an മൈനസ് എക്സ് എന്ന് എഴുതിയാലും മതി. an മൈനസ്, രണ്ടും ഒരേ കാര്യം തന്നെയാണ്. an മൈനസ് അപ്പോൾ we have found out a sequence an contained in A satisfying an not equal to x and an converges to. അപ്പോൾ ഇതാണ് അതിന്റെ ഡയറക്റ്റ് പാർട്ട്. ഇനി ഇതിന്റെ കോൺവേഴ്സ് പാർട്ടിന് സോ conversely suppose that limit n tending to infinity an is equal to x, an not equal to x for all n, and sequence an is contained in A. Let
epsilon greater than 0. By the definition of limit of a sequence, നിങ്ങൾ ആ ഡെഫിനിഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ അത് ആ ഡെഫിനിഷൻ ഒന്നുകൂടെ എടുത്തു നോക്കുക. an belongs to v epsilon x for all okay, let me write properly. എന്താ പറയുന്നത്? there exists a capital N greater than 0 with an belongs to v epsilon of x for all n greater than or equal to capital. Hence, v epsilon of x intersection A contains points other than x. ഇൻഫാക്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഒന്നും വേണ്ട, ഈ ഒരു പർട്ടിക്കുലർ എ ക്യാപിറ്റൽ എന്ന് എടുത്താലും മതി, ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും മതിയല്ലോ, അതായാലും മതി. സോ എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. അപ്പൊ ഇതാണ് അതിന്റെ പ്രൂഫ്. ഓക്കെ, ഇനി ഇത് പ്രൂഫ് നന്നായിട്ട് വായിക്കാം. So there is another type of points called isolated points. Isolated point എന്ന് പറഞ്ഞാൽ a point A belongs to A is an isolated point if it is not a limit point. ഈ ലിമിറ്റ് പോയിന്റ് അല്ലാത്ത ബാക്കി ലിമിറ്റ് പോയിന്റ് ഓഫ് എ, ലിമിറ്റ് പോയിന്റ് അല്ലാത്ത ബാക്കി പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് പോയിന്റ്. ഐസൊലേറ്റ് പോയിന്റിനെ പറ്റി ഞാൻ കൂടുതൽ പറയാം, അതിന് മുമ്പ് ഒരു ഡെഫിനിഷനൂടെ പറയട്ടെ. ക്ലോസ്ഡ് സെറ്റ്സ്. ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് എഫ് ഇൻ ആർ is closed if it contains all its limit. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ തിങ്ക് അബൌട്ട് ദ ഫോളോയിങ് എക്സാമ്പിൾസ്. 311 1 consider A is equal to closed open 0 1. So question is A contains any isolated point? എക്കകത്ത് ഏതെങ്കിലും ഐസൊലേറ്റഡ് പോയിന്റ് ഉണ്ടോ? നമ്മൾ എയെ പറ്റി പറഞ്ഞ ഭാഗം ഒന്നുകൂടെ എടുത്ത് നോക്കുക. ദ ആൻസർ ഈസ് നോ. കാരണം എന്താ? all the points of A are limit points. ലിമിറ്റ് പോയിന്റ്സ് അല്ലാത്ത പോയിന്റുകളൊന്നും എയിലില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ്
a closed set? The answer is no, since 1 does not belongs to A, but 1 is a limit point of A. Munamtha question, is A an open set? Answer is again no. See our discuss ചെയ്ത നമ്മൾ 303 അല്ലേ 304 I suppose. Yes, 302. Example 2, let A is equal to ഈ സെയിം ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സെറ്റ് ടൂവും കൂടെ ആഡ് ചെയ്യും. അതായത് എൻ്റെ ഇപ്പോഴത്തെ സെറ്റ് എന്താ? സെറ്റ് എന്ന് പറയുന്നത് 0 1 പിന്നെ ഏതാ ഈ പോയിന്റ് 2. Now I repeat the question. Is A contains any isolated points? അപ്പോൾ നിങ്ങൾ ആ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? The answer is yes, 2 is an isolated point. ഡെഫിനിഷൻ അനുസരിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുക? യു ഹാവ് ടു ഫൈൻഡ് എ ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് പറയണം അല്ലേ? സോ ദ എന്ത് നൈബർഹുഡ് എടുത്താൽ മതി? ഇവിടെ യു ക്യാൻ ടേക്ക് 2 minus 1/2, 2 plus 1/2 എടുത്താൽ which does not intersect the set A other than the element 2. The 1/2 neighborhood B 1/2 2. ഇതും A ആയിട്ടുള്ള ഇന്റർസെക്ഷൻ എന്താ? സെറ്റ് 2 ആണ്. So does not contain points of A other than 2. So 2 is an isolated point. It is not a limit point. ഓക്കെ, സോ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും, പിന്നെ ഒരു റിസൾട്ടും പ്രൂവ് ചെയ്യും. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുമെന്നും ട്രൈ ചെയ്യാം.